ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് എൻ്റെ മാസ്ക് ഊരി ഞാനീ നിൽക്കുന്ന സ്ഥലം കണ്ടോ, ഇവിടെ നിന്നാണ് ഞങ്ങൾ മാത്യൂസ് കേക്ക് വാങ്ങിക്കുന്നത്. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടില്ലേ മാത്യൂസ് കേക്ക്, അത് വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കണത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സാറ്റർഡേ അമ്മൂൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 13-നാണ്. എൻ്റെ ഈ വ്ളോഗ് എന്തായാലും അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അമ്മൂൻ്റെ ബർത്ത്ഡേക്ക് ഞാനും അമ്മൂൻ ചെന്നൈയിലാണ്, അടുത്ത് കാണത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ബർത്ത്ഡേയ്സ് വീട്ടിലല്ലേ സെലിബ്രേറ്റ് ചെയ്യാറ് മിക്കപ്പോഴും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ചെന്നൈയിലായതുകൊണ്ട് അമ്മൂന് വേണ്ടിയിട്ട്, അമ്മു പറഞ്ഞു ഒന്നും കേക്കൊന്നും വാങ്ങണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഒരു കുഞ്ഞു കേക്ക് വാങ്ങി. നാളെ സൺഡേ അപ്പോൾ ഈ കേക്ക് 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്തിരുന്നാൽ കേടാകത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കേക്ക് വാങ്ങിയിട്ട് നാളെ ഒരു നോർമൽ ലഞ്ചാക്കി എൻ്റെ പാരൻസിനെയൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു കുഞ്ഞ് അമ്മൂൻ്റെ ഒരു ബർത്ത്ഡേ 2 ദിവസം മുന്നേ ഒന്ന് വീട്ടിൽ ചുമ്മാ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാനിന്നിവിടെ ഞാൻ ഇന്നലെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യാൻ വിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കേക്ക് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ആദ്യം ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരെണ്ണം റെഡിയാക്കി തന്നെ. അപ്പം ഞാൻ ആ കേക്ക് കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നേക്കുവാണേ. നാളെ എന്നിട്ട് പാരൻസിനെയൊക്കെ വിളിച്ച് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പോയി കേക്ക് വാങ്ങി. നമ്മൾ എപ്പോഴും പറയാറില്ലേ മാത്യൂസ് കേക്ക്, ഇതാ നിൽക്കുന്നു. ക്ഷേമ ചേച്ചി, ഞാനെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എനിക്ക് അപ്പം കിട്ടും. അയ്യോ എന്ത് ടേസ്റ്റിങ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ലേ, എനിക്ക് ഈ കേക്ക് വെറുതെ കഴിക്കാൻ ഒരു മൂഡ് വരും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിവാൻഡ്രത്ത് ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വീണ്ടും 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 ഇവിടെ ഒന്ന് വാങ്ങിക്കും. ബർത്ത്ഡേ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഒന്ന് വാങ്ങിക്കും. ഞാൻ വിളിച്ച് എനിക്ക് പെട്ടെന്നൊരു കേക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് വാങ്ങട്ടെ. അമ്മൂൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങളിവിടെ ഇല്ല, ചെന്നൈ പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വാങ്ങി ഇന്നലെ നാളെ ഒരു സർപ്രൈസ്, ചെറിയൊരു സർപ്രൈസ് അവൾക്ക് കൊടുക്കാം. അപ്പോൾ കേക്ക് അല്ലല്ല, ഡേറ്റ്. അപ്പോൾ ഞാൻ കളക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ കേക്ക് വാങ്ങി ഞാൻ നടന്ന് പോകുന്നു. നല്ല മഴക്കോളുണ്ട്. മീനു ഇതൊന്ന് വാങ്ങിക്കുമോ? വിനു വാങ്ങിക്കും. ഞാൻ കാൽ കയറിയിട്ട് എൻ്റെ മടിയിൽ വെക്കാം. ഒട്ടും ഷേക്കിയല്ലേ. വീടെത്തി. അമ്മയുടെ വഴിയിൽ നിന്ന് നിൽക്കുന്നുണ്ടോ എന്നാ വേറെ എന്തെങ്കിലും ആണെന്ന് പറയാം. അപ്പം ഞാൻ കേക്കുമായിട്ട് വീടെത്തി. ഹൻസു അമ്മ അവിടെ എങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ഇത് മാത്യൂസ് കേക്ക് അമ്മൂനെ കാണിക്കാതെ പറഞ്ഞിട്ടില്ല. നാളെ നമുക്കൊരു കുഞ്ഞ് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കൊടുക്കാം. പാർട്ടിയില്ല, അപ്പൂപ്പനെ അമ്മൂനെയൊക്കെ വിളിച്ചിട്ട് ചെറുതായി. അപ്പോൾ നമുക്കിനി നാളെ കാണാം അല്ലേ? ബൈ. ഗുഡ് മോർണിംഗ്. നല്ലൊരു ബ്രൈറ്റ് ഡേ ആണ്. 2-3 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ടുഡേ ഈസ് ക്വൈറ്റ് സണ്ണി ഡേ. എനിക്ക് കുറേ ദിവസമായിട്ട് തുണിയൊന്നും ഉണങ്ങുന്നേയില്ലായിരുന്നു. ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസായ ഞങ്ങളുടെ ബാൽക്കണിയുടെ ഒരു കണ്ടീഷനൊക്കെ. ഇന്നലെ നമ്മുടെ ഹൻസു ബേബിക്ക് ഇവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ്, ഞാനിനി ഒന്ന് ഇത് മാറ്റിയൊരു സെൽഫി വീഡിയോ ആക്കാം. അപ്പോൾ ഹൻസുവിന് ഇവിടെ ഞങ്ങൾ ചെടികൾ ധാരാളം ആ ഒരു കോർണറിലാണ് നമ്മൾ ചെടികളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഹൻസുവിന് ഇവിടെ ഒരു വൈറ്റ് ബോൾ വേണം, ഫുൾ ബോൾ വേണം, ഏതോ ഡാൻസ് വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാനിതെല്ലാം തള്ളി മാറ്റിയതാ, എല്ലാം കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ ഇന്നലെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ചെറുതായിട്ടൊന്ന് നടു ഉളുക്കി. അതോടെ ഞാൻ അങ്ങനെ വിട്ടു. ഇനി ഇതെല്ലാം തിരിച്ചു വെക്കണം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് അതിൽ വരുന്ന മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ ഐ ഡോണ്ട് നോ, ഐ ഫീൽ ലൈക്ക് സോ ഹാപ്പി. It's so nice to know that so many people like me and they're able to relate with me. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ അമ്മൂൻ്റെ ബർത്ത്ഡേ 13-ാം തീയതിയാണ്. ഞങ്ങൾ 12-ാം തീയതി ചെന്നൈ പോവാണ്. അപ്പോൾ അവിടെ അമ്മൂൻ്റെ 1-2 ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ കുഞ്ഞായിട്ടൊന്നും വലിയ സെലിബ്രേഷനൊന്നുമില്ല. ബട്ട് ദെൻ നമ്മളവിടെ വർക്കിനാണ് പോകണം. അപ്പോൾ 4-ാം തീയതി 15-ാം തീയതി നമുക്കവിടെ കുറച്ച് വർക്കുണ്ട്, അതിന് വേണ്ടിയാണ് പോകണം. സോ ലൈക്ക്
വി ഹാവ് ടു ട്രാവൽ 1 more day ഏർലി. അപ്പോൾ അമ്മൻ്റെ ബർത്ത്ഡേ അവിടെയാണ് ആകുന്നത്. അതുകൊണ്ട് വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഐ ജസ്റ്റ് തോട്ട് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി ജസ്റ്റ് പാരൻസിനെയൊക്കെ ഒന്ന് വിളിച്ച് അവർക്കൊക്കെ ഒരു സന്തോഷമാവില്ല. ഞാൻ ഏതൊരു കുഞ്ഞ് എന്താ പറയുക ഒരു കുഞ്ഞാഘോഷവും ഐ ലൈക്ക് ടു സെലിബ്രേറ്റ് ഇറ്റ്. വലുതായിട്ടില്ല, ചെറിയ രീതിയിൽ എനിക്കിഷ്ടമാണ്. ലൈക്ക് നമ്മുടെ ലൈഫിൽ നമുക്കുള്ള ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഇല്ലേ, അതിലൊന്നും എനിക്ക് കളയാൻ ഇഷ്ടമല്ല. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ വറീഡാവുന്ന പോലെ തന്നെ ഐ ഓൾവേസ് വറി അബൌട്ട് മൈ പാരൻസ്. പിള്ളേരെന്ത് ചെയ്തു, പിള്ളേരെന്ത് കഴിച്ചു, പിള്ളേരത് ചെയ്തോ, പിള്ളേരിത് ചെയ്തോ എന്ന് ഞാൻ കുട്ടികളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന പോലെ ലൈക്ക് ഐ തിങ്ക് അബൌട്ട് മൈ പാരൻസ് ഓൾസോ ആസ് എ ഗെറ്റിംഗ് ഓൾഡ്. അപ്പോൾ അവരുടെ അവിടെ CCTV വെച്ചേക്കുന്ന പുറത്ത്, അപ്പോൾ എനിക്ക് എൻ്റെ മൊബൈലിൽ അത് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ മെയിൻ പണി മൊബൈലിൽ ഐ ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് അവിടെ അകത്തല്ല പുറത്തെ സാധനങ്ങൾ കാണാം. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ അവരോട് വെളിയിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നുണ്ടാവും, ഗാർഡനിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ കാണും. സോ ഐ ജസ്റ്റ് ഫീൽ ഹാപ്പി. ഐ ഷോ ദ ചിൽഡ്രൻ. നോക്ക് അപ്പൂപ്പ എന്തോ ചെയ്യുന്നു, അമ്മമ്മ എന്തോ ചെയ്യുന്നു. അപ്പോൾ അമ്മ പറയോ പാവമല്ലേ. ഇറ്റ്സ് സാഡ് വെൻ യുവർ പാരൻസ് ആർ ഗെറ്റിംഗ് ഓൾഡ്, യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ബിറ്റ് വറീഡ് അബൌട്ട് ദം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോവും, ഡാഡി അമ്മയൊന്ന് പിക്ക് ചെയ്യാനായിട്ട് പോവും. ഇന്ന് വലിയ സ്പെഷ്യലൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞ് പുറത്തുവിടെ ഓവൻലി എന്ന് പറഞ്ഞ വഴുതക്കാട് ഒരു ഷോപ്പുണ്ട്, അവിടെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും വലിയ ഇഷ്ടം. അപ്പോൾ എന്നാൽ നമുക്കൊരു 5-6 ചിക്കൻ ബിരിയാണി വാങ്ങിക്കാം. ചോറും കറിയും ആസ് യൂഷ്വൽ ഉണ്ടാവും. എന്നിട്ട് മാത്യൂസ് കേക്ക് ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അവരൊക്കെ വന്നിട്ട് ചെറുതായിട്ടൊരു കുഞ്ഞു ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ ബർത്ത്ഡേ കുഞ്ഞായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാം, കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഐ ലവ് മെമ്മറീസ്. ഓക്കെ, അപ്പോൾ ഞാനിനി പതുക്കെ പോട്ടെ, അവരെ വിളിക്കാൻ. ഓസി പുറത്ത് പോകണോ? എപ്പോൾ വരും? വൈകിട്ട് വരും. ഞാൻ ഓഫീസിൽ പോകുന്നു. അമ്മു എൻ്റെ വീഡിയോ ആണ് അവിടെ ഓസിയെ കൊഞ്ചിക്കുന്നതാ. ഇവിടെ പ്രിൻ്റർ വർക്ക് ആവുന്നില്ല. അപ്പോൾ അതെന്താ പ്രശ്നമെന്ന് ഞാൻ അന്വേഷിക്കാൻ പോകും. ഓസി ലഞ്ച് കഴിക്കാൻ വരുമോ? അമ്മ ഒന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അല്ല നിനക്ക് വേണ്ടി ഞാൻ രാത്രി കഴിക്കാൻ ഓർമ്മ. എനിക്ക് ബിരിയാണി എടാ ഞാൻ അപ്പൂപ്പനെ അമ്മമ്മ വിളിക്കപ്പോൾ പോകും. യെസ്, ബട്ട് ഐ ആം ഗോയിങ് ടു ദി ഓഫീസ്. വർക്ക് ഐ ആം എ വർക്കഹോളിക്. ഓക്കെ, സോ ടാറ്റ. കാറി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ സൈഡിൽ മഞ്ഞ കളർ ആപ്പിൾ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ മെനുവിനോട് പറഞ്ഞ് പോയി കുറച്ച് ആപ്പിൾ വാങ്ങിയിട്ട് ഈ പലപ്പോഴും നമ്മൾ പോകുമ്പോൾ നമ്മൾ കടകളിൽ കാണുന്നതിനേക്കാൾ ചിലപ്പോൾ നമുക്ക് വാങ്ങാൻ താല്പര്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വെച്ചേക്കുന്നത് കാണും. പലപ്പോഴും വണ്ടി നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളങ്ങ് പോകും. വണ്ടി ഓടി കഴിയുമ്പോൾ ആയിരിക്കും നമ്മൾ അയ്യോ നോക്കുന്നു. പക്ഷെ നമ്മളപ്പോൾ ആ സ്ഥലം ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ ഇതിലെ പോയപ്പോഴും ഈ മഞ്ഞ ആപ്പിൾ കണ്ടു. ഗോൾഡൻ ഡെലിഷ്യസ് എന്നൊക്കെയാണ് അതിന്. നോക്കിയേ, അവിടെ ഒരു കടയിൽ മഞ്ഞ ആപ്പിൾ കാണുന്നുണ്ടോ? സൂം ചെയ്ത് നോക്കിയാൽ കാണാം. മഞ്ഞ ആപ്പിൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട് മരുതൻകുഴിയാണ്. മരുതൻകുഴിയിൽ നിന്നും വട്ടിയൂർക്കാവ് വഴി നെട്ടയം പോകുന്ന എൻ്റെ പാരൻസ് താമസിക്കുന്ന നെട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് മരുതൻകുഴിയിൽ നിന്ന് ഇപ്പോൾ ഈ കാഞ്ഞിരംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ദൂരെ എവിടെയെങ്കിലും താമസിക്കുന്ന ഈ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളൂ. അയ്യോ ഗട്ടർ സൂക്ഷിച്ച്. ഇത് കാഞ്ഞിരംപാറ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞാൻ വട്ടിയൂർക്കാവ് എത്തുമ്പോൾ വീണ്ടും കാണിക്കാം. ഓക്കെ, വട്ടിയൂർക്കാവിൻ്റെ ഏരിയ എത്തിയപ്പോൾ എനിക്കൊരു കോൾ വന്നു. വട്ടിയൂർക്കാവ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഏകദേശം നെട്ടയം എത്താറായി. ഞങ്ങളുടെ വണ്ടി സൈഡിലൊന്ന് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് ആക്ച്വലി മാതൃഭൂമി ഓൺലൈനിൽ നിന്നാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരാൾ നാളെ ഞാനിന്ന് ഷൂട്ട് ചെയ്യണം. ഈ ദിവസം ടുമോറോസ് വേൾഡ് ഗേൾസ് ഡേ, പെൺകുട്ടികളുടെ ദിവസം. അപ്പോൾ ഈ പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എന്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാവരും എന്നെയൊക്കെ ചുരുങ്ങി വിളിക്കുന്നത് പോലെ. ഞങ്ങൾക്ക് ധാരാളം പെൺകുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ചോദിക്കാം. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് ഇങ്ങനെ ആ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വട്ടിയൂർക്കാവൊക്കെ ഏരിയ ക്രോസ് ചെയ്തുകൊണ്ട് വട്ടിയൂർക്കാവൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഏകദേശം നെട്ടയം എന്ന് പറയുന്ന സ്ഥലം എത്താറായി. ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട്, അതിലൊരു പൂ നിൽക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടതാണ്. പോവാം.
പാരൻസൊക്കെ വീട്ടിൽ വരുമ്പോൾ ഐ ഫീൽ റിയലി ഹാപ്പി. എപ്പോഴും നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായാൽ ഇറ്റ്സ് നൈസ്, ബട്ട് ദെൻ ദേ ഹാവ് ദെയർ ഹൗസ്. അവർക്ക് അവരുടെ പ്രൈവസി വേണം. അവർക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിൽ ഒത്തിരി പറമ്പൊക്കെ ഉണ്ട്. സോ അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, അവിടെ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഈസി ആയേനെ. പക്ഷെ അമ്മയൊക്കെ പറയുമോ നമുക്ക് ബോറടിക്കും, ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. ഇതിപ്പോൾ രാവിലെ തൊട്ട് ഗാർഡനിലൊക്കെ 100 കാര്യങ്ങളാണ് ചെയ്യുന്നത്. And like they're really happy over there, but then on days when they come home I also feel really happy. അപ്പം ഞാനിതുപോലെ നമ്മുടെ ഇന്ന് ഞാനൊരു മേഡപ്പാണ് കേട്ടോ. ഇന്ന് അവരെ ഒന്ന് വീട്ടിലോട്ട് ഒരു റീസൺ, ഇപ്പോൾ ചുമ്മാ വാന്ന് പറഞ്ഞ് വിളിച്ചാൽ വെറുതെ എന്തിനാന്ന് പറയും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് ഇവിടെ കഴിക്കാൻ വാ എന്നും പറയും. ഞാനിങ്ങനെ ഫോഴ്സ്ഫുള്ളിയാണ് അവരെ ഒന്ന് കൊണ്ടുവരാൻ. ഒരു ഒക്കേഷൻ, ഐ ക്രിയേറ്റ് ഒക്കേഷൻസ് ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ആ മാത്യൂസ് കേക്കൊക്കെ വാങ്ങിയിട്ട് അവരെ വിളിച്ചത്. My dad is diabetic. എനിക്കതുകൊണ്ട് ലൈക്ക് I'm always like really worried and I try to find out, monitor and keep asking daddy എന്തൊക്കെയാണ് കഴിച്ചേ. അപ്പം ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഈ ഒരുപാട് എന്താണ് ഹെൽത്ത് നന്നായിട്ട് നോക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ചെന്നൈയിൽ ഡാഡിക്കൊരു വീടുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്ക് പോകും. അവിടെയൊക്കെ പോകുമ്പോൾ അത്ര അധികം അങ്ങോട്ട് നോക്കാറേ ഇല്ല ഇതൊക്കെ. ആൻഡ് ഡാഡിയുടെയൊക്കെ ഡയബറ്റിക് ആക്ച്വലി നമ്മൾ അറിഞ്ഞത് തന്നെ ഈ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്തില്ലേ. എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ഡയബറ്റിക് ആണ് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞു. വയറ്റിൽ വേറെ ആർക്കും പ്രോബ്ലം ഒന്നുമില്ല. ഐ തിങ്ക് അമ്മയ്ക്കൊക്കെ മറ്റേ പ്രഷറിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഫാദറിന് മാത്രമാണ് ഡയബറ്റിക്. ഫാദറിനൊക്കെ ഉള്ളപ്പോൾ നമുക്കൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഫാദർ അത്യാവശ്യം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ഒരു കോവിഡ് കാലം തുടങ്ങിയ ശേഷം നടക്കാൻ പോകാറില്ല. ഈവൻ ചെക്കപ്പിന് തന്നെ ഒരു പെർഫെക്റ്റായിട്ട് അങ്ങനെ എന്താ പറയുക, നമ്മൾ എത്രത്തോളം ഹോസ്പിറ്റലിലൊക്കെ പോകാതിരിക്കാൻ പറ്റുമെന്നല്ലേ നോക്കുന്നത്. അതുകൊണ്ട് ഈ ഡാഡിയുടെ ബ്ലഡ് ഷുഗർ ലെവൽസൊക്കെ എപ്പോഴും കൺട്രോളിലാണോ എന്ന് അത് വെച്ചിട്ട് ഞാൻ പറ്റുമ്പോഴൊക്കെ ട്രൈ ടു മോണിറ്റർ. പറ്റുമ്പോഴൊക്കെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയും അത് നോക്കുകയും ഐ ഓൾവേസ് ആസ്ക് മെഡിസിൻ കറക്റ്റാണ് കഴിക്കുന്നുണ്ടോ. ആൻഡ് ഐ സീ ടു ഇറ്റ് ഡാഡിയുടെയൊക്കെ മരുന്നുകൾ തീരുന്നതിന് മുന്നേ, ഞാൻ എല്ലാ മാസവും വാങ്ങിക്കൊടുക്കുന്ന മരുന്ന് തീരുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ വീണ്ടും റീഫിൽ ചെയ്യും. വീണ്ടും വാങ്ങിച്ചു കൊടുക്കും ഇൻസുലിനും ഓൾ ദോസ് തിങ്സ്. സോ ദാറ്റ് ലൈക്ക് ഹീസ് ലൈക്ക് ഐ എം ഷുവർ ദാറ്റ് ഹീസ് ഓൾവേസ് ഹാവിങ് ഇറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മൈ ക്ലോസ് ഫ്രണ്ട്. പുള്ളിക്കാരി ഡയബറ്റിക്കാണ്. പുള്ളിക്കാരി എനിക്ക് 20s ഡയബറ്റിക്കാണ്. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ഡയബറ്റിക് ഇതാണ്. അപ്പം ഞാൻ പലപ്പോഴും ആൻഡ് ഷീ നോസ് ക്വയർ എ ലോട്ട് അബൌട്ട് ലൈക്ക് എന്താ കഴിക്കേണ്ടാത്ത. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വലിയൊരു വിവരമില്ല. അപ്പം ഞാൻ റീസെൻ്റ്ലി ഞാൻ പുള്ളിക്കാരുടെ വീട്ടിലിങ്ങനെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പ്രോഡക്റ്റ് ഇരുന്നു. അപ്പം ഞാനത് എന്താന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതൊരു ഡയബറ്റിക് ആൾക്കാർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ ജ്യൂസാണ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹൗസ് ഇട്ട് വെച്ചപ്പോൾ നല്ലതാണ്. പുള്ളിക്കാരിക്കും ഉണ്ട്, പുള്ളിക്കാരിയുടെ ഫാദർ ഇൻ ലോയ്ക്കും ഡയബറ്റിക്കാണ്. അപ്പോൾ ഫാദർ ഇൻ ലോയ്ക്കൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് കുടിച്ചിട്ട് ബ്ലഡ് ഷുഗർ ഭയങ്കര നല്ല കൺട്രോളായി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊള്ളാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിവിടെ നമ്മുടെ സാധാരണ പോണ കടയിലൊക്കെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആമസോണിലുണ്ട്. അങ്ങനെ ആമസോണിൽ നിന്ന് ഞാൻ 2 ഓർഡർ ചെയ്തു. ഞാൻ ആദ്യം 1 ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്ത് ഡാഡിക്ക് കൊടുത്തപ്പോൾ ഡാഡി അത് കുടിച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ലൈക്ക് ഹി വാസ് ലൈക്ക് ക്വൈറ്റ് ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇനി ഞാൻ 2ാമത്തെ ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്ത് ഇന്നിവിടെ വീട്ടിൽ എനിക്ക് ഇന്നലെ വന്ന്. അപ്പോൾ ലെറ്റ് മി ജസ്റ്റ് ടെൽ യു മോർ അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഈ കപീവ ഡയഫ്രീ ജ്യൂസിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആംലയാണ്, നമ്മുടെ നെല്ലിക്ക, അത് ധാരാളം വിറ്റമിൻ സി അടങ്ങിയതാണ്. അടുത്തത് നമ്മുടെ പാവയ്ക്ക, അത് കരയില എന്നാണ് ഇവർ പറയുന്നത്, ഹിന്ദിയിൽ പറയുന്നത്. അതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. പിന്നെ ജാമൂൻ, സത്യം പറഞ്ഞാൽ ഈ ജാമൂൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാവൽപ്പഴമാണ്. ഞാവൽപ്പഴം ഡയബറ്റിക് ആൾക്കാർക്ക് നല്ലതാണെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റിലൂടെയാണ് അത് അറിയാൻ കഴിഞ്ഞത്. അതിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ഗുഡിച്ചി എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അതൊരു ഹേർബാണ്, ഒരു ഇല പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ അതിലൊരു ബിൽവ എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ട്, ഉലുവ, ഫെനുഗ്രീക്ക് ഉണ്ട്. പിന്നെ ഗുർമാർ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു സംഭവം കൂടെ ഇതിൽ. അതൊരു നമ്മുടെ ഒരു ടേസ്റ്റ് ബഡൊക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുമൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഈ കപീവയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഫുള്ളി നാച്ചുറലാണ്. ഇതെല്ലാം നമ്മുടെ ബ്ലഡ് ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ്
കാണിച്ചു തരാം. കപ്പീവയുടെ ഡയഫ്രീ ജ്യൂസാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ആക്ച്വലി 30 മില്ലി വെള്ളത്തിലാണ് ഇടേണ്ടത്. അപ്പം ഞാനൊരു മെഷറിങ് ഗ്ലാസ് ഒക്കെ വലിയ കാര്യത്തിൽ എടുത്ത് വെച്ചു. പക്ഷെ അവരുടെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആദ്യം ഷേക്ക് ചെയ്യണം. ഈ പ്രോഡക്റ്റ് 100% ആയുർവേദമാണ്. പിന്നെ ഇത് കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കഴിക്കാം, കൺസ്യൂം ചെയ്യാം. ലൈക്ക് ഇറ്റ്സ് കീറ്റോ ആൾക്കാർക്കും പെർഫെക്റ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് വേഗൻ ഓൾസോ. സോ നന്നായിട്ട് കുടിക്കുക. ഡെയിലി 2 നേരം കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. ഇവിടെ കടയിലെങ്ങനെ കിട്ടുമെന്നൊന്ന് അന്വേഷിക്കണം. പക്ഷെ ഞാൻ ഇതൊരു കടയിലൊന്നും കണ്ടില്ല. ഇത് 30 ml അടപ്പാണ്. പണ്ട് പിള്ളേരൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ അടപ്പിൽ മറ്റേ മരുന്നൊക്കെ ഒഴിക്കുന്നത്. 30 ml ഞാൻ ഇതിലോട്ട് ഒഴിച്ചു, ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അമ്മുക്കുട്ടിയാണ്. അമ്മു എനിക്കൊന്ന് വെള്ളം എടുത്തു തരുമോ? 30 മില്ലി നമ്മുടെ കപ്പീവ ഡയഫ്രീ ജ്യൂസ് ഒഴിച്ചു. അതിലോട്ട് 30 മില്ലി വെള്ളം. നന്നായിട്ടൊന്ന് നമുക്കങ്ങനെ ഷേക്ക് ചെയ്യാം. പെർഫെക്റ്റ്. നമ്മുടെ ഡാഡി കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ടേസ്റ്റ്. ഞാൻ ഒരു ബോട്ടിൽ ആക്ച്വലി കൊടുത്തു വിട്ടു. അത് ഡാഡി കുടിച്ചില്ലേ എനിക്കറിയത്തില്ല. ഡാഡി എന്തെങ്കിലും കുടിച്ചോ? എന്തിന്റെ ടേസ്റ്റാ കിട്ടിയേ? എന്തിന്റെയൊക്കെ ടേസ്റ്റ് കിട്ടി? എല്ലാത്തിന്റെ ടേസ്റ്റ് കുറച്ച് വായിൽ വരുന്നുണ്ട്. എന്നാലും നെല്ലിക്കയുടെ വരുന്നുണ്ട്, വേപ്പിന്റെ ഇലയുടെ വരുന്നുണ്ട്. വേപ്പില പോലെ പടം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഉള്ളതിന്റെ എല്ലാത്തിന്റെയും ടേസ്റ്റ് വായിൽ വരുന്നുള്ളൂ. പാവയ്ക്കയുടെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഏതോ ചെറിയ ചെറിയ പഴങ്ങളുടെ ഒക്കെ നമ്മൾ അധികം ടേസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതില് എനിക്ക് അവരുടെ മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ഐറ്റംസ് ഏതായാലും കുടിക്കാൻ രസമുള്ള ഒരു ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ നമുക്കിത് ഡെയിലി 2 നേരം ടേസ്റ്റ് ചെയ്യാൻ വേണോ? തരട്ടെ. അമ്മയ്ക്ക് ഡയബറ്റിക് ഒന്നും അല്ലാതെ, പക്ഷെ ഇതുപോലെ ഈ ആയുർവേദിക് സാധനങ്ങൾ എന്ത് കിട്ടിയാലും ഒരു കൈ നോക്കാം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ. അമ്മ പറയട്ടെ എന്തിന്റെയൊക്കെ ടേസ്റ്റ് വരും. എങ്ങാനും സൗന്ദര്യം വല്ലതും കൂടിയാലോ? കുടിച്ചിട്ട് പറയാ എങ്ങനെയുണ്ടെന്ന്. അമ്മ ഡയബറ്റിക് അല്ല കേട്ടോ, പക്ഷെ എന്നാലും ഇനി ഡയബറ്റിക് ഒരു പക്ഷെ വന്നാലോ. അപ്പൊ ഇത് ഞാനിത് വാങ്ങിത്തരാം. അപ്പൊ ഇത് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ വീണ്ടും എനിക്ക് മെയിനായിട്ട് ഇതിപ്പോൾ ഡാഡി ചെന്നൈ പോകത്തില്ലേ. ഡാഡി ആക്ച്വലി ഈ മന്ത് എൻ്റെ ഒന്ന് ചെന്നൈയിൽ പോകാതിരിക്കുക. ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ഒരു ബോട്ടിൽ കൊണ്ടുപോയാൽ ഡെയിലി 2 നേരം പറ്റും. അപ്പോൾ ഈ കപ്പീവ ഡയഫ്രീ ജ്യൂസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. സോ ഓൾ ഓഫ് യു ഓൾ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ. ഓമൻലി എന്ന് പറഞ്ഞ ഹോട്ടലിൽ ബിരിയാണിയാണ്. നമ്മൾ അങ്ങനെയുണ്ട് കുറേ നാളായി കഴിച്ചിട്ട്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ടും അവസാനം കുറച്ച് ചോറും മീൻകറി ഇവിടെ കഴിച്ചാലേ ഒരു സന്തോഷമുള്ളൂ. എങ്ങനെയുണ്ട് ചോറ്? പൈനാപ്പിൾ കറി കൊള്ളാവോ? ഓസിക്ക് പൈനാപ്പിൾ കറി വേണമെന്ന് പറഞ്ഞിട്ട് ആക്കിയതാണ്. അമ്മ കഴിക്കുന്നില്ലേ ചോറ്? ഫുള്ളായി. ഞങ്ങൾ സാധാരണ കേക്ക് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു, പക്ഷേ ഹൻസിക താഴെ വന്നില്ല. അപ്പോൾ നമ്മൾ ചെന്നാൽ ഭക്ഷണം കഴിക്കാം, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ കേക്ക്, മാത്യൂസ് കേക്ക്. അമ്മു ഈസ് ഗെറ്റിംഗ് റെഡി. അമ്മു ഇട്ടേക്കുന്നത് ഇതേ ഡ്രസ്സ് അമ്മു ഷഫ്. അമ്മുവിൻ്റെ വെരി 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 ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, സുഷ്മിത, ചെന്നൈയിലെ. സുഷ്മിതയ്ക്കൊരു ഡ്രസ്സ് ബ്രാൻഡുണ്ട്. സുഷ്മിതയുടെ ഡ്രസ്സാണ്. പൂക്കുറ്റി നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കട്ടെ, അടിപൊളി. ഇപ്പൊ അമ്മ ഭയങ്കര ഒരു ഫാഷനിസ്റ്റാണ്. പക്ഷെ അമ്മ കുഞ്ഞിലെ ഒരു ഫാഷനിസ്റ്റ് ആയിരുന്ന സമയം ഞാൻ കാണിച്ചില്ല. ഈ അമ്മ ഈ ഇട്ടേക്കുന്ന ഈ പട്ടുപാവാട ഉണ്ടല്ലോ, അന്ന് ചെന്നൈയിലെ ഡാഡിയുടെ ഒരു ഫ്രണ്ട് തച്ച് കൊടുത്തതാണ്. എന്നുവെച്ചാൽ വീട്ടിൽ കൊച്ചുമൂക്ക് കൊടുക്കാൻ ഡാഡി ചെന്നൈയിൽ നിന്ന് ഇരിക്കാൻ ട്രിവാൻഡ്രത്തോട് വന്നപ്പോൾ കൊടുത്ത് വിട്ടതാണ്. അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റാൻഡേർഡിനുള്ളൊരു പട്ടുപാവാട അല്ല ഇത്. നോക്കി ഫ്രണ്ടിലാണ്, ഫ്രണ്ട് ഓപ്പണൊക്കെയാണ്. അതിൻ്റെ ഒരു ഒറിജിനൽ കാഞ്ചീപുരം ഒന്നും അല്ല. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ പോയ ഈ ദിവസം ഉണ്ടല്ലോ,
ഈ ദിവസം നമ്മൾ ഫോട്ടോ എടുക്കാൻ ഞാൻ അമ്മൂനെ ഏതോ നല്ലൊരു ഫ്രോക്കൊക്കെ എടുത്ത് വെച്ച് ഫ്രോക്കൊക്കെ ഇടിപ്പിച്ച് റെഡി ആയപ്പോൾ അമ്മു പറഞ്ഞു അമ്മ വന്ന് പട്ടുപാവാടയ്ക്ക് പറയുന്നതാണ് പട്ടുപാവാടി. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് ഫ്രോക്ക് വേണ്ട, എനിക്ക് പട്ടുപാവാടി മതി, പട്ടുപാവാടി മതി. ഞാൻ പറഞ്ഞു അയ്യോ അമ്മു അത് കൊള്ളൂലമ്മു. അപ്പൊ അന്ന് ആക്ച്വലി ഒരു മഞ്ഞ കളർ ഒരു ഹസീന കൊണ്ടുവന്ന ഒരു നല്ല കാഞ്ചീപുരത്തിന്റെ പട്ടുപാവാടയുടെ മെറ്റീരിയൽ എൻ്റെ ഉണ്ട്, പക്ഷെ തച്ചില്ല. ഞാൻ പറയും അമ്മ അതുപോലത്തെ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ ഓസി ജനിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഫോട്ടോയ്ക്ക് പോവാണ്. ആ ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്യേണ്ടതാണ്, എനിക്ക് കുളമാക്കാൻ പറ്റില്ല. എങ്ങനെ അമ്മോടെ നിലത്ത് കിടന്നങ്ങ് കരയാൻ തുടങ്ങി, എനിക്ക് പട്ടുപാവാടി എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കിച്ചു അപ്പച്ചി എന്ന് കിച്ചുവിൻ്റെ ഫ്രണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിരുന്നു. എല്ലാവരും പറയും അയ്യോ പാവമല്ലേ, കരയല്ലേ, അവളുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മു അതിട്ട്. എന്നിട്ട് അമ്മുവിന് വലിയ പൊട്ട് വേണം തുടങ്ങി. ആൾക്കാർ വിചാരിക്കും എനിക്കാണെങ്കിൽ ആകെ അയ്യോ എന്താ ഇങ്ങനെ നല്ലൊരു ഫ്രോക്കാണ് ഡാഡി ഹോസ്പിറ്റലിൽ എന്തോ കൊണ്ടുവന്ന ഫ്രോക്ക്, അതൊക്കെ ഇടിപ്പിച്ച് ഞാൻ അമ്മൂനെ റെഡിയാക്കിയത്. പക്ഷെ ഇപ്പൊ നോക്കി ഇപ്പൊ നല്ല സ്റ്റൈലായി. ഇപ്പൊ നമുക്കൊരു പട്ടുപാവാടി ഇട്ടാലോ? പക്ഷെ കുറച്ചുകൂടെയൊക്കെ വലുതായപ്പോ കുറച്ചുകൂടെ ഓക്കെ ആയിട്ടതാ. ഈ സമയത്തൊക്കെ കുറച്ചുകൂടെ ഞാൻ നല്ല ഹെയർ സ്റ്റൈൽസ് ഞാൻ നന്നായിട്ട് മുടിയൊക്കെ കെട്ടി കൊടുക്കുമായിരുന്നു. അവര് മുടി ഇപ്പൊ കട്ടിയിട്ട് നന്നായിട്ട് വളർന്നു കേട്ടോ. നോക്കട്ടെ, നല്ല നല്ല ലെങ്തായി. ഓക്കെ, ഓൾ ദി ഫാമിലി മെമ്പേഴ്സ് hello Hansika, come. What are you doing? Come. What? Come for cutting the cake. I'll come 1 minute. 1 minute. I need to send my. അപ്പച്ചി സാരി എടുത്തിട്ടോ? സഫീല ഗസ്റ്റൊന്നും ഇല്ലല്ലോ. ഗസ്റ്റുകളൊന്നും ഇല്ലല്ലോടാ, അപ്പൊ പിന്നെ സാരി അമ്മ നൈറ്റിയൊക്കെ മാറ്റി സാരിയൊക്കെ റെഡിയാക്കി കേക്ക് കട്ട് ചെയ്യാം. അത് തന്നെ ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ തിരിച്ച് അത് തന്നെ അങ്ങനെ പിടിച്ചാ. I wanted waving plus this, so like this. Okay. Happy birthday to you. Happy birthday to you. Happy birthday dear Ammu. Happy birthday to you. Big. Yeah, I know. I asked. I mean. How cute. Cute. They both similar tone colors. Okay. Yeah, this father, mother, daughter, same colors. Father, mother, daughter, same color. Yes. Especially father and daughter. She's also wearing Same bitch. same binge. സാധാരണ ബർത്ത്ഡേ കേക്ക്സ് ഒക്കെ ഭയങ്കര ഫാൻസി ആയിരിക്കും, പക്ഷെ ഈ മാത്യൂസ് കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ? ഹലോ ഇഷാനി. Hansu, what are you going to gift your sister for her birthday? Love. Huh? Love. And what about you? Love. Huh? Secret. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ബിഫോർ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു. അതെ. ആൻഡ് ഡാഡി അമ്മയൊക്കെ പോകാൻ ഇറങ്ങി. അയ്യോ മാസ്ക് ഒക്കെ എടുത്തോണ്ട് ഞാനേ മാസ്ക് എടുക്കാൻ മറന്നു. ഞാൻ പോയി മാസ്ക് എടുക്കട്ടെ. അപ്പം ഞാൻ ഓക്കെ ടാറ്റാ ബൈ ബൈ ബൈ. ഞാൻ പാരൻസിനെ വിടാൻ പോവാം. അപ്പോൾ ഇച്ചിരി ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ കൊണ്ടുവിടും. അങ്ങനെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വെറുതെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. മാത്യു കേക്ക് കഴിക്കാൻ വേണ്ടി, അവരെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി, ഒരുമിച്ചൊരു ലഞ്ച് കഴിക്കാൻ വേണ്ടി. ഇതുപോലെ എല്ലാവരും എന്തെങ്കിലും റീസൺസ് ഉണ്ടാക്കി ട്രൈ ആൻഡ് ബി ക്ലോസ് ടു യുവർ ലവ്ഡ് വൺസ്. ഓക്കെ, സം ഒക്കേഷൻസ് വലിയ ഗ്രാൻഡായിട്ടൊന്നും വേണ്ട, എന്തെങ്കിലും മതി. ഇന്ന് നമ്മുടെ വീട്ടിലും അമ്മു ബിരിയാണി അല്ലാതെ വെളിയിൽ നിന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ചോറും നെത്തോലിയുടെ മീൻകറിയും ഒക്കെ ആയിരുന്നു ഫുഡ്. ഞാൻ സ്പെഷ്യലിനേക്കാൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന സാധാരണ സംഭവങ്ങളല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഒരു സിമ്പിൾ കേക്കും ഒക്കെ ആയിട്ടും. അപ്പോൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ അവരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോട്ടെ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.